Welcome to GeoIS Current Affairs Top Line. GeoIS has launched PCM batch targeting Civil Service Examination 2027 only for ₹1,000 per month. 2 വർഷത്തേക്ക് വൺ ടൈം പേയ്മെൻറ്റ് ചെയ്യുന്നവർക്ക് വെറും 5000 രൂപയ്ക്ക് 2 വർഷത്തെ ക്ലാസും സബ്സ്ക്രിപ്ഷനും ലഭിക്കുന്നതാണ്. സോ ജോയിൻ നൗ ഫോർ ക്വാളിറ്റി കണ്ടൻറ്റ്സ് അറ്റ് അഫോർഡബിൾ റേറ്റ്. Let's start our session. The Financial Intelligence Unit India and the Indian Cybercrime Coordination Center have signed a memorandum of understanding to establish a coordinated framework for the intelligence sharing aimed at securing India's digital payment ecosystem and combating cyber-enabled financial crimes. അപ്പോൾ നമ്മുടെ FIU Int ആൻഡ് ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെൻറ്റർ I4C ഇവർ രണ്ടുപേരും ജോയിൻ്റ് ആയിട്ടൊരു കോർഡിനേറ്റഡ് ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇലാബറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ അവർക്ക് ഒരുമിച്ച് ചേർന്ന് സഹകരിച്ച് ക്രൈംസും കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും. കോർഡിനേഷൻ വളരെ അത്യാവശ്യമായതുകൊണ്ട് ദേ ഹാവ് സൈൻഡ് എ മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇക്കോസിസ്റ്റം, അതായത് ഇപ്പോൾ എല്ലാം കംപ്ലീറ്റ്ലി ഡിജിറ്റലാണ്. അപ്പോൾ ഈ ഒരു ഇക്കോസിസ്റ്റം സൈബർ ക്രൈംസിൽ നിന്നും സംരക്ഷിക്കാനായിട്ടും ഈ സൈബർ ക്രൈംസ് ഒത്തിരി ഇന്ത്യയിൽ കൂടുന്നത് തടയുവാനായിട്ടുമാണ് ഈ ഒരു മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഇവർ സൈൻ ചെയ്തത്. ഈ ഒരു കൂട്ടായ്മയുടെ ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ ദ കൊളാബറേഷൻ എയിംസ് ടു മിറ്റിഗേറ്റ് ദ മിസ്യൂസ് ഓഫ് ടെലികോം ആൻഡ് ബാങ്കിങ് റിസോഴ്സസ്. നമ്മുടെ OTP യൂസ് ചെയ്തിട്ട് നമ്മുടെ അക്കൗണ്ട്സിൽ നിന്നും പണം തട്ടുക, അല്ലെങ്കിൽ നമ്മുടെ ഫോൺ ഡീറ്റെയിൽസും കോൾ ഡീറ്റെയിൽസും ശേഖരിക്കുക. മാത്രമല്ല ഇന്ത്യ കംപ്ലീറ്റ്ലി ഡിജിറ്റലൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലയും ഡിജിറ്റൽ സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സുരക്ഷ ക്രമീകരിക്കേണ്ടത് ഇത്രയും കോടിക്കണക്കിന് ജനങ്ങളുള്ള ഇന്ത്യ എന്ന കൺട്രിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ വലിയൊരു ടാസ്ക്കാണ്. അതിനും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്തത്. ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് ഓഫ് ഇന്ത്യ സെൻട്രൽ നാഷണൽ ഏജൻസിയാണ്. നമ്മുടെ സംശയാസ്പദമായിട്ട് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടക്കുകയോ ആ ഫൈനാൻസിങ് ടെററിസത്തിലേക്ക് പോവുകയോ അല്ലെങ്കിൽ മണി ലോണ്ടറിങ് സസ്പെക്ട് ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷണം നടത്തുന്നത് FIU INT ആണ്. ഇനി I4C എന്താണ്? അറ്റാച്ച്ഡ് ഓഫീസാണ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ. ദാറ്റ് പ്രൊവൈഡ്സ് എ കോംപ്രിഹെൻസീവ് ഇക്കോസിസ്റ്റം. നിയമം നടപ്പിലാക്കാനുള്ള ആ ഒരു ഇക്കോസിസ്റ്റം ലോ എൻഫോഴ്സിങ് ഏജൻസീസിന് നൽകുക എന്നുള്ളതാണ് ഈ ഒരു I4Cയുടെ ദൗത്യം. അത് എന്തിനു വേണ്ടിയിട്ടാണ്? സൈബർ ക്രൈംസ് ടാക്കിൾ ചെയ്യാനും തടയുന്നതിനും വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ്, സൗത്ത് ചൈന സീ ഡിസ്പ്യൂട്ട്. ഈ ഒരു മേഖല എപ്പോഴും ഡിസ്പ്യൂട്ടഡ് ആണ്, ഓൾവേസ് ഡിസ്പ്യൂട്ടഡ് എന്ന് പറയാം. is a complex maritime sovereignty conflict involving China's expansive 9 dash line. ഇപ്പോൾ പ്രധാനപ്പെട്ട കാരണം ചൈനയുടെ 9 dash line ആണ്. ഞാൻ ഫിഗറിൽ കാണിച്ചു തരാം. അതെന്താണ് അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇറ്റ് ക്ലെയിംസ് ഓവർ 90% ഓഫ് സീ. കടലിൻ്റെ 90% അവകാശവാദം ഉന്നയിക്കുന്നു ഈ 9 dash line ആൻഡ് കോൺഫ്ലിക്റ്റിംഗ് വിത്ത് എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺസ് ഓഫ് വിയറ്റ്നാം. ഒരു കൺട്രിക്ക് എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. ടെറിട്ടോറിയൽ വാട്ടേഴ്സ്, കണ്ടീജിയസ് സോൺസ്, EEZ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൺട്രിയുടെ ഏരിയാസ് ഉണ്ട്. അപ്പോൾ ഈ ഏരിയാസിൽ കൂടെ പോലും ഈ 9 dash line കടന്നു പോകുന്നത് ഈ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺസ് ഓഫ് വിയറ്റ്നാം, ഫിലിപ്പൈൻസ്, മലേഷ്യ, ബ്രൂണൈ, തായ്വാൻ ഇവരെല്ലാം അഫക്റ്റ് ചെയ്യുകയും അവരും ചൈനയായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ കാരണമാവുകയും ചെയ്തു. ഇപ്പോൾ ന്യൂസിൽ സ്ഥിരമായി കേൾക്കുന്ന ആ ഒരു കോൺഫ്ലിക്റ്റഡ് സോൺ അവിടെയുള്ള ഐലൻഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും പാരാസൽ ഐലൻഡ് ഉണ്ട്, സ്പ്രാറ്റ്ലി ഐലൻഡ്, വാല്യൂഡ് ഫോർ ഓയിൽ, ഗ്യാസ് ആൻഡ് ക്രൂഷ്യൽ ഷിപ്പിംഗ് ലൈൻസ്. പ്രധാനമായും എന്തുകൊണ്ടാണ് ഇത്രയും കൺട്രീസ് ഇങ്ങനൊരു കോൺഫ്ലിക്റ്റ് നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ ഒരു മേഖല ഓയിൽ, ഗ്യാസ് ആൻഡ് ക്രൂഷ്യൽ ഷിപ്പിംഗ് ലൈൻ, ഓയിൽ ആൻഡ് ഗ്യാസ് ഡെപ്പോസിറ്റ്സ് ഉള്ള മേഖലയാണ്. മാത്രമല്ല ഷിപ്പിംഗ് ലൈൻ, ഒരുപാട് ഷിപ്സ് കടന്നു പോകുന്ന ക്രൂഷ്യൽ മേഖലയും കൂടിയാണ്. മാത്രമല്ല ചൈന ആർട്ടിഫിഷ്യൽ ഐലൻഡ് ബിൽഡ് ചെയ്യുകയാണ്. എവിടെയാണ്? ഓൺ ദ റീഫ്സ് ഇൻ സ്പ്രാറ്റ്ലി ഐലൻഡ്. ഇത് ഫ്രീഡം ഓഫ് നാവിഗേഷൻ ചാലഞ്ച് ചെയ്യപ്പെടുകയാണ്. കാര്യം ചൈന അവിടെ ഒരു ആർട്ടിഫിഷ്യൽ ഐലൻഡ് ബിൽഡ് ചെയ്യുമ്പോൾ അതിലേക്കൂടെ കടന്നു പോകുന്ന കപ്പലുകളുടെ ആ ഒരു ഫ്രീ റൂട്ടിന് അത് തടസ്സമാവുകയും ഫ്രീഡം ഓഫ് നാവിഗേഷൻ ചാലഞ്ച് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ ഇന്ത്യയുടെ പൊസിഷൻ എന്താണ്? ഇന്ത്യ ഹാസ് കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ് ആൻഡ് വ്യൂസ് ദ SECs ആസ് എ ക്രൂഷ്യൽ നോൺ എക്സ്ക്ലൂസീവ് മാരിടൈം കോമൺസ് ഫോർ ട്രേഡ്. ഇപ്പോൾ നമുക്കിതിൽ കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ് ആണുള്ളത് അല്ലേ, ഇവിടുത്തെ ഓയിൽ ഡെപ്പോസിറ്റ്സ്, വിയറ്റ്നാമിൻ്റെ ഓയിൽ ഡെപ്പോസിറ്റ്സ് കാര്യങ്ങൾ. അത് മാത്രമല്ല ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത് എല്ലാ കൺട്രീസിനും ഷിപ്പിങ്ങിന് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ആ ഒരു വ്യൂ പോയിന്റിലൂടെയാണ് ഇന്ത്യ നോക്കുന്നത്. അത് മാത്രമല്ല അൺക്ലോസ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ഇങ്ങനെയുള്ള ഡിസ്പ്യൂട്ട്സ് എല്ലാം അവിടെ ചർച്ച ചെയ്യപ്പെടും. അപ്പോൾ ഈ അൺക്ലോസിൻ്റെ അഭിപ്രായം അനുസരിച്ചാണ് ഇന്ത്യയുടെയും സ്റ്റാൻഡ്.
അപ്പോൾ സൗത്ത് ചൈന സീ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മേഖലയാണ്. കാര്യം എപ്പോഴും ന്യൂസിൽ ഈ പ്ലേസസിനെ മെൻഷൻ ചെയ്ത് കാണാറുണ്ട്. സോ എന്തുകൊണ്ടാണ് സൗത്ത് ചൈന സീയെ ഇത്രയും ക്രൂഷ്യലായിട്ടൊരു പോയിൻ്റായിട്ട് നിർത്തുന്നതെന്ന് ചോദിച്ചാൽ, ട്രേഡ് 1/3 ഓഫ് ഗ്ലോബൽ മാരിടൈം ട്രേഡ് പാസസ് ഹിയർ. സുവേസ് കനാൽ പോലെ, സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് പോലെ ഇവിടെയും ഷിപ്പിൻ്റെ സുഗമമായ യാത്രയ്ക്ക് ഈ ഒരു പ്രശ്നം തടസ്സമാണ്. സോ ഗ്ലോബൽ മാരിടൈം ട്രേഡിൽ 1/3 ഈ ഒരു റൂട്ടിൽ കൂടെയാണ് കടന്നു പോകുന്നത്. എനർജി, ലാർജ് പൊട്ടൻഷ്യൽ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് റിസർവ്സ് ആർ പ്രസൻറ്റ്. ഈ പറഞ്ഞതുപോലെ എനർജി സോഴ്സിന് വേണ്ടിയിട്ടുള്ള കോൺഫ്ലിക്റ്റും നടക്കുന്നുണ്ട്. സ്ട്രാറ്റജി, ക്രൂഷ്യൽ റീജിയൺ ഫോർ സെക്യൂറിങ് എനർജി ഇമ്പോർട്ട്സ് ആൻഡ് മാരിടൈം റൂട്ട്സ്. നേരത്തെ പറഞ്ഞ പോലെ എനർജി ഇമ്പോർട്ട്സിനും മാരിടൈം റൂട്ട്സിനും ഷിപ്പിൻ്റെ ട്രാവലിനും ഏറ്റവും ക്രൂഷ്യൽ റീജിയനാണ്. ഇതിൽ പരാസൽ ഐലൻഡ്സ് ഡിസ്പ്യൂട്ടഡ് ബൈ ചൈന ആൻഡ് വിയറ്റ്നാം, സ്പ്രാറ്റ്ലി ഐലൻഡ്സ് ഡിസ്പ്യൂട്ടഡ് ബൈ ചൈന, തായ്വാൻ, വിയറ്റ്നാം, ഫിലിപ്പൈൻസ്, മലേഷ്യ, സ്കാബറോ ഷോൾ സീൻ ഓഫ് ടെൻഷൻ ബിറ്റ്വീൻ ചൈന ആൻഡ് ഫിലിപ്പൈൻസ്. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്, അല്ലെങ്കിൽ ഏതൊക്കെ രാജ്യവും ചൈനയും തമ്മിലാണ് ഡിസ്പ്യൂട്ട് ഉള്ളതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ കൺട്രീസും അവയുടെ ലൊക്കേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓർഡർ പഠിച്ചു വയ്ക്കുക. ഈസ്റ്റ് വെസ്റ്റോ, വെസ്റ്റ് ഈസ്റ്റോ കൺട്രീസിൻ്റെ ഓർഡർ പഠിക്കുക. സൗത്ത് ചൈന സീയുടെ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ഏതൊക്കെയാണെന്ന് പഠിക്കുക. 9 ഡാഷ് ലൈൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആസ് യു ക്യാൻ സീ ഇൻ ദ ഫിഗർ. ഇതിനോടൊപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് സ്ട്രെയ്റ്റ് ഓഫ് മലാക്കയാണ്. സ്ട്രെയ്റ്റ് ഓഫ് മലാക്ക ഓപ്ഷൻസിലൊക്കെ റെക്കറിംഗ് ആയിട്ട് വരുന്നതാണ്. സോ നമ്മുടെ എക്സാം പെർസ്പെക്റ്റീവിൽ സ്ട്രെയ്റ്റ് ഓഫ് മലാക്ക, നോർത്ത് സൗത്ത് ഏതൊക്കെ കൺട്രീസാണ്, ഈ ചോക്ക് പോയിന്റിൽ ബോർഡർ ചെയ്യുന്ന കൺട്രീസ് ഇതൊക്കെയാണ്, ഇങ്ങനെയുള്ള പെർസ്പെക്റ്റീവിൽ നോക്കി വെക്കുക. നെക്സ്റ്റ് ഈസ് അൺക്ലോസ്, യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ദ ലോ ഓഫ് സീ. നമ്മുടെ കടലിന് മുകളിലുള്ള ഡിസ്പ്യൂട്ട്സ് എല്ലാം ഇവിടെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. UN കൺവെൻഷനാണ് ഓൺ ദ ലോ ഓഫ് സീ. ഇസ് എൻ ഇൻ്റർനാഷണൽ ട്രീറ്റി വിച്ച് വാസ് അഡോപ്റ്റഡ് ആൻഡ് സൈൻഡ് ഇൻ 1982. 1982 നിലവിൽ വന്നതാണ്. സോ അൺക്ലോസിന് കീഴിലുള്ള മാരിടൈം ഡിവിഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിക്കണം. നമ്മുടെ എക്സാം പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കൺട്രിയുടെ 12 നോട്ടിക്കൽ മൈൽസ് വരെ ടെറിട്ടോറിയൽ സീ ആണ്. 24 നോട്ടിക്കൽ മൈൽസ് വരെ കണ്ടീജിയസ് സോണാണ്. 200 നോട്ടിക്കൽ മൈൽസ് വരെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺസ് ആണ്. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം. ഓക്കെ, ബൈ.